രവി ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ചെഫായി ജോലി നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. രവിയേട്ടാ, കസ്റ്റമേഴ്സ് എല്ലാരും നിങ്ങളുടെ പാവ് ഭാജി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു മോനെ. ചേട്ടാ, വല്ലപ്പോഴും ഞങ്ങൾക്കും പാവ് ഭാജി ഉണ്ടാക്കി തരണേ. ഇന്ന് ഹോട്ടൽ മൂടിയുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടുന്ന് കഴിച്ചാൽ ബോസ് ചീത്ത പറയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ, ഞങ്ങൾക്ക് ഒരു പാർസൽ ഉണ്ടാക്കി തരാൻ പറ്റുമോ ഏട്ടാ? അന്ന് രവി ഡ്യൂട്ടി സമയത്തിനു ശേഷം പാവ് ബജി ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനെ പാർസൽ ബോക്സിൽ ഇട്ടുവെച്ചു. അത് അദ്ദേഹം ജോലിക്കാർ രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒന്ന് അദ്ദേഹത്തിനായി എടുത്തു വെച്ചു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. രവിക്കും സന്തോഷമായി. സന്തോഷത്തോടെ രവി വീട്ടിലേക്ക് പോയി. ഇതാ സുജ, പാവ് ഭാജി. അല്ല, എന്താ കാര്യം? ഇന്ന് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പാവ് ബജി വന്നിരിക്കുകയാണോ? കൊള്ളാമല്ലോ. ഇത് നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാവ് ഭാജി നീ 5 സ്റ്റാർ ഇടുന്നാണോ പറയുന്നത്? ഇതിനു വേണ്ടി തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കാനാ? വീട് നോക്കാനുണ്ട്, കുട്ടികൾ നോക്കാനുണ്ട്. ഇതൊക്കെ എല്ലാ പൊറുപ്പും ഞാനല്ലേ നോക്കണ്ടേ? അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോഴാണ് പിങ്കിയും അർണവും ട്യൂഷനിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. അച്ഛാ, അച്ഛാ, ഇന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് കാര്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പാവ് ബജിയല്ലേ? നിനക്കെങ്ങനെ അറിയാം? കാരണം എനിക്ക് പാവ് ബജി വളരെ ഇഷ്ടമാണ്. വാ, കണ്ടില്ലേ, അച്ഛന് എല്ലാം അറിയാം. സുധാ, കുട്ടികൾക്ക് പാവ് ബജി കൊണ്ടുവരൂ. ഇന്ന് എന്റെ മക്കള് ആ ഫേമസ് ആയ പാവ് ബജി കഴിക്കണം. നിങ്ങളുടെ പാവ് ബജി യഥാർത്ഥത്തിൽ ഫേമസ് ആണോ? ഇപ്പോ ഇല്ല, പക്ഷെ തീർച്ചയായിട്ടും. വരൂ വരൂ, കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാരും ഒന്നിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ പാവ് ബജി കഴിച്ചു. നിങ്ങൾ എന്നെക്കാളും വളരെ നന്നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. താങ്ക് യു. നിങ്ങൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ശരി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ രവി ഹോട്ടലിൽ പാവ് ബജി ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു. അളിയ, ഈ കാര്യം നിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. അതായത് നിങ്ങളെ ജോലി വിട്ടവർ നീക്കി കളഞ്ഞു. പക്ഷെ എന്തിന്? ഹോട്ടലിലുള്ള കച്ചവടം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ കുറയ്ക്കുകയാണ് മാനേജറുടെ തീരുമാനം. അതുകൊണ്ട് ഒറ്റൊരു ഷെഫ് മതി എന്നാ പറയുന്നത്. അതുമാത്രല്ലാതെ ഒരേ ഒരാള് ഫാസ്റ്റ് ഫുഡ് ഐറ്റം എല്ലാം ചെയ്യണം പോലെ ആള് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെയുള്ള ഒറ്റൊരാള് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബോസ് അദ്ദേഹം അതുമാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി ഇന്ന് പുറത്താക്കി കഴിഞ്ഞു. രവി ഒരുപാട് വിഷമിച്ചു. തനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ സുധയോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട ചേട്ടാ, നിങ്ങൾക്ക് വേറെ ഹോട്ടലിൽ ജോലി കിട്ടും. നീ പറയുന്നത് പോലെ വേഗം കിട്ടിയാ മതിയായിരുന്നു. രവി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചോദിച്ചു ചെന്നു. പക്ഷെ എവിടെയും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഇങ്ങനെ മാസം 1 കടന്നുപോയി. അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. അന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ഇന്നില്ലെങ്കിൽ നാളെ തീർച്ചയായും ജോലി കിട്ടും. ഞാൻ എത്രയോ ഹോട്ടലിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. എനിക്ക് വയസ്സായത് കൊണ്ട് ജോലി തരാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ജോലി ഇല്ലെങ്കിൽ എന്താ? നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ടല്ലോ. നിങ്ങൾ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യൂ. പക്ഷെ സുധാ, റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ കുറച്ച് കാശ് വേണ്ടേ? അത് എവിടുന്ന് വരാനാണ്? എന്റെ സ്വർണങ്ങളുണ്ടല്ലോ. സുധാ, അതിൽ നിന്ന് 2-3 ലക്ഷങ്ങളെ കിട്ടുള്ളൂ. അതുപയോഗിച്ച് നമുക്കൊരു ചെറിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ. എനിക്ക് നിങ്ങളുടെ ജോലിയെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. ശരി. രവി സുധയുടെ എല്ലാ സ്വർണവും പണയം വെച്ചു. എന്നിട്ട് അവൻ കാശ് വാങ്ങി. ആ കാശ് ഉപയോഗിച്ച് രവി മാർക്കറ്റിന് നടുവിലായി ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് എന്ന് പേരുള്ള ഒരു ചെറിയ കട തുടങ്ങി. ആ കടയിൽ സാൻഡ്വിച്ച്, ഫ്രാങ്കി, മോമോസ്, പിന്നെ രവിയുടെ സ്പെഷ്യലായ പാവ് ബജിയും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു പാവ് ബജി തരൂ. എനിക്കൊരു ചീസ് സാൻഡ്വിച്ച് തന്നോളൂ. രവിയുടെ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. മാർക്കറ്റിന്റെ നടുവിലായതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. ചില മാസങ്ങൾക്കകം തന്നെ രവി അവന്റെ ഭാര്യയുടെ സ്വർണമൊക്കെ തിരിച്ചെടുത്തു. ഇതാ സുധാ, നിന്റെ സ്വർണങ്ങൾ.
ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്റ്റോറന്റ് ഫേമസ് ആയല്ലോ. പിന്നെ അല്ലാതെ എന്റെ കയ്യിലല്ലേ മാന്ത്രികമുള്ളത്. അത് ശരിയാണ്. രവിയുടെയും സുധയുടെയും ജീവിതത്തിൽ കുറച്ച് സന്തോഷം വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനകം ഒരു വലിയ പ്രശ്നവും വന്നു. രവിയുടെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് മുൻപിലായി ഒരു പാവ് ബജി കടയും വന്നു. ആ തള്ളുവണ്ടി കടയിൽ പാവ് ബജി വെറും 50 രൂപയെന്ന് എഴുതിയിരുന്നു. ഈ വില കണ്ടിട്ട് എല്ലാ കസ്റ്റമേഴ്സും രവിയുടെ കടയ്ക്ക് പകരം ആ കടയിൽ ചെന്ന് പാവ് ബജി കഴിക്കാൻ തുടങ്ങി. ഇതെന്താ പുതിയ പ്രശ്നമാണല്ലോ. ഞാൻ പാവ് ബജി 50 റുപ്യയിൽ താഴെ വിറ്റാൽ അതിനുശേഷം എനിക്ക് ലാഭം എങ്ങനെയാ കിട്ടുക? ഞാൻ ഈ ഹോട്ടൽ എങ്ങനെയാ നടത്തുക? രവിയുടെ വരുമാനം മൊത്തം നഷ്ടമായി. അടുത്ത കുറച്ചു ദിവസങ്ങൾ രവി ആലോചിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുന്നതെന്ന്. ഞാനിവിടെ വില കുറച്ചിട്ടില്ലെങ്കിലേ ഇവിടെ കഴിക്കാൻ ആരും വരില്ല എന്ന് നന്നായിട്ട് മനസ്സിലായി. നാട്ടിലുള്ളവർ എല്ലാരും അവിടെയാണല്ലോ കഴിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാനാ? രവി ആലോചിച്ചു ഇപ്പോൾ എന്തു ചെയ്യാമെന്ന്. അവൻ വീട്ടിലേക്ക് പോയതിനു ശേഷവും ആലോചിച്ചുകൊണ്ടേയിരുന്നു. സുധാ, ഞാൻ പുതിയതായിട്ട് എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പാവ് ബജി 50 റുപ്യന് താഴെ വിറ്റാൽ പിന്നെ അതിനുശേഷം എനിക്ക് ലാഭം വരികയില്ല. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാരും പുറത്തുള്ള തള്ളുവണ്ടിയിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അതായത് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവാൻ പാടില്ല. സുധ തന്റെ അടുക്കളയിലുണ്ടായിരുന്ന മസാല തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ഗ്രാമത്തിൽ കറുപ്പ് മസാലയുണ്ടല്ലോ. നിങ്ങൾ ആ മസാല ഉപയോഗിച്ച പാവ് ബജി ചെയ്യുകയാണെങ്കിൽ അത് വളരെ പുതിയതായിരിക്കും. കറുപ്പ് പാവ് ബജി? അതെ, കറുപ്പ് പാവ് ബജി. അത്രയും തന്നെ. രവിക്കും സുധയ്ക്കും ഒരു ഐഡിയ കിട്ടി. അടുത്ത ദിവസം റെസ്റ്റോറന്റ് പുറത്തായി ഒരു ബോർഡ് വെച്ചു, സ്പെഷ്യൽ കറുപ്പ് പാവ് ബജി. രവി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പാവ് ബജി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ ആ ബോർഡ് നോക്കിയിട്ട് അവിടേക്ക് വന്നു. ഒരു യൂട്യൂബറിന്റെ ശ്രദ്ധയും ആ ബോർഡിൽ കണ്ടു. അവർ റെസ്റ്റോറന്റിനകത്തേക്ക് വന്നു. രവി അവർക്ക് കറുപ്പ് പാവ് ബജി സെർവ് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് കറുപ്പ് പാവ് ബജിയാണ്. വരൂ നമുക്ക് കഴിക്കാം. യൂട്യൂബർ ആ പാവ് ബജി കഴിച്ചു. വൗ വൗ, വളരെ നന്നായിട്ടുണ്ട്. രവിയുടെ പാവ് ബജി വീഡിയോ വൈറലായി. ഒപ്പം തന്നെ രവിയുടെ ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് കടയും ഫേമസ് ആയി. ഇപ്പോൾ ആ ചെറിയ കടയുടെ മുൻപിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടമായി നിൽക്കാൻ തുടങ്ങി. സുധയും രവിയും വീണ്ടും ചില ആൾക്കാരെ ജോലിക്കായി വെച്ചു. ആ കറുപ്പ് പാവ് ബജി എത്രത്തോളം ഫേമസ് ആയെന്നാൽ വളരെ ദൂരെ നിന്ന് പോലും ആൾക്കാർ ആ പാവ് ബജി കഴിക്കാനായി എത്തി. പതുക്കെ പതുക്കെ രവിയുടെ ആ ചെറിയ ഹോട്ടൽ ഒരു വലിയ 5 സ്റ്റാർ റെസ്റ്റോറന്റായി മാറി. നിങ്ങൾ എന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നു. ആ, പക്ഷെ ഇതൊക്കെ നിന്നെ കൊണ്ടാണ് സംഭവിച്ചത്. ഈ ഐഡിയ വളരെ സൂപ്പറാണ്. കറുത്ത പാവ് ബജി രവിയുടെ ജീവിതം തന്നെ കളർഫുൾ ആക്കി മാറ്റി. അവന്റെ വിഷമത്തിലായിരുന്ന ജീവിതവും അങ്ങനെ നല്ല രീതിയിൽ മാറി. പിന്നെ അവന്റെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ള സ്വപ്നവും സഫലമായി. നാരംഗ്പൂർ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിൽ ലളിത് തന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷമായി ജീവിച്ചു വന്നു. അദ്ദേഹം തന്റെ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹേ രാമാ, ഇന്ന് വെയില് വല്ലാതെ ഉണ്ടല്ലോ. ഒരു ജോലിയും ചെയ്യാതെ വേർപ്പ് മാത്രം വരുന്നുണ്ടല്ലോ. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ വലിയ പ്രശ്നമാണല്ലോ. അല്ലാതെ തന്നെ മഴ പെയ്യാതിരിക്കുന്നുണ്ട് വയലൊക്കെ നാശമായി പോയി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. വയൽ ഇപ്പോൾ പഴയതുപോലെയല്ല. നമ്മൾ കുറച്ചു സമയം ജോലി നിർത്തിയിട്ട് ആഹാരം കഴിക്കാം. കുറച്ച് വെയിൽ കുറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ജോലി തുടങ്ങാം. ആ, നീ പറയുന്നത് ശരിയാണ്. വെയില് വല്ലാതെ ഉണ്ട്. ലളിതും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും ഒരു മരനിഴലിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ശരി, ആദ്യം നീ ഇത് പറ, നമ്മുടെ വീട്ടിൽ ഇനി അത്യാവശ്യമുള്ള റേഷനും ഭക്ഷണവും ഇനി എത്രയാ ഉള്ളത്? അത് വെച്ചിട്ട് എത്ര ദിവസം ഓട്ടാൻ പറ്റും? നാളെ രാത്രി വരെ മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞ്? നാളെ രാത്രി വരെയോ? എന്റെ രാമ, എന്റെ അടുത്ത് പണമൊന്നും ഇല്ലല്ലോ. ഈ റേഷൻ തന്നെ നിന്റെ സ്വർണം അടക വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോട്ടെ. കുറച്ചു ദിവസം ഞാൻ അവിടെ ഇരുന്ന് നിങ്ങൾക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. എനിക്ക് നിന്നെ അങ്ങോട്ട് വിടുന്നത് തീരെ താല്പര്യമില്ല. പക്ഷെ ഇതൊഴിച്ച് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ലളിത് തന്റെ ഭാര്യയെ തന്റെ അമ്മയുടെ, അതായത് തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് അയച്ചു. പിന്നീട് ഗ്രാമത്തിൽ അവിടെയും ഇവിടെയും അലയാൻ തുടങ്ങി. ഓ ലളിത്, എവിടെ ജോളിയായിട്ട് പുറപ്പെടുകയാണല്ലോ. വരൂ, ഞങ്ങളുടെ കൂടെ ഒന്ന് ചായ കുടിക്കൂ.
ഞാൻ എന്തെന്ന് പറയാനാ ചേട്ടാ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ വീട്ടില് റേഷനും ഇല്ല, പോക്കറ്റില് പണവും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു ആലോചനയും വരുന്നില്ല. ഷടാ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ എന്റെ ചെറിയ സ്ഥലങ്ങളൊക്കെ കുറച്ച് വിറ്റിട്ട് ഒരു വലിയ ട്രാക്ടർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരു നല്ല ഡ്രൈവറാണ് നോക്കുന്നത്. നിനക്ക് ശരിയാണെങ്കിൽ നീ അത് ഓട്ടിക്കാലോ. നിനക്ക് ഞാൻ മാസത്തിന് 3000 രൂപ ശമ്പളമായിട്ട് തരാം, ശരിയാ? നിങ്ങൾ മാത്രം എനിക്ക് ജോലി തന്നാൽ അത് എനിക്കൊരു വലിയ ഉപകാരം ഉണ്ടാവും മുതലാളി. പിന്നെ എന്റെ മൊത്ത കുടുംബം എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും. പിന്നെ അത് തന്നെ സംഭവിച്ചു. രാധി മോഹൻ ലളിതിനെ തന്റെ ട്രാക്ടർ ഡ്രൈവറായി വെച്ചു. ലളിത് രാത്രി പകലായിട്ട് അധ്വാനിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തു. പിന്നെ രാധേ മോഹൻ മൂലം മറ്റുള്ളവരുടെ വയലും ഉഴാൻ തുടങ്ങി. ചേട്ടാ, എന്റെ വയലിൽ അല്പം വെള്ളം നിറഞ്ഞുപോയി. എന്റെ വയലിൽ നിങ്ങളുടെ ട്രാക്ടർ ഓട്ടിച്ച് അല്പം ഉഴുതു തരുമോ? ഓ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരാം. പക്ഷെ ഈ വയലിൽ വെള്ളം കുറെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ഇതിലെ ട്രാക്ടർ കുടുങ്ങിയാൽ വളരെ വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്നോടൊപ്പം വരൂ. ലളിത് ഒന്നും ആലോചിക്കാതെ ട്രാക്ടർ ആ വയലിനകത്ത് ഓട്ടിച്ചു. കുറച്ചു ദൂരം വരെ ട്രാക്ടർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ വയലിൽ അധികം വെള്ളമുണ്ടായിരുന്നത് കാരണം ട്രാക്ടർ ആ വയലിനകത്ത് കുടുങ്ങിപ്പോയി. ഞാൻ എന്തിനാ എങ്ങനെ ചെയ്തത്? മൊത്തം ട്രാക്ടറും വയലിൽ കുടുങ്ങിപ്പോയല്ലോ. ഞാനിപ്പോ ഇത് എങ്ങനെ പുറത്തെടുക്കുക? ഒരു പക്ഷെ ഞാനിത് പുറത്തെടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം വരുമല്ലോ. എന്താ നിങ്ങൾ നോക്കുന്നേ? പോയി ട്രാക്ടർ മുതലാളിയെ വിളിച്ചോണ്ട് വരൂ. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആവശ്യമില്ലാതെ എന്റെ വയൽ ഉഴാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളൊരു നല്ല ഡ്രൈവറേ അല്ല. എന്ത്? പുറത്തുനിന്ന് നിങ്ങൾ ഒച്ച വെക്കുകയാണോ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാനിപ്പോ ഇവിടെ പെട്ടിരിക്കുന്നത്. ലളിത് ചെന്ന് തന്റെ ട്രാക്ടർ മുതലാളിയെ രാധേ മോഹനെ വിളിച്ചു. നീ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചിട്ടില്ല ലളിത്. ഇത്രയും വലിയ തെറ്റ് നീ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ എന്റെ ട്രാക്ടർ നീ പുറത്ത് എടുത്താലും അത് ഇനി പണിയെടുക്കില്ലാന്ന് തോന്നുന്നു. നീ എനിക്ക് വലിയ പ്രശ്നമാണ് തന്നിരിക്കുന്നത്. നമ്മള് ട്രാക്ടർ പുറത്തെടുക്കാൻ വേണ്ടി മൊത്തം ശ്രമം ചെയ്തിരിക്കാം. ട്രാക്ടറുള്ള എഞ്ചിൻ മൊത്തം വെള്ളം ഇറങ്ങിയതുകൊണ്ട് അത് റിപ്പയർ ആയെന്നാ തോന്നുന്നത്. വെറും ചൂടുള്ള പുക മാത്രമാണ് വരുന്നത്. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ നിനക്ക് 1 മാസം ശമ്പളം തന്നേക്കാം. എനിക്ക് നീ ആ പുതിയ ട്രാക്ടർ അങ്ങ് തന്നേക്ക്. ഇല്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും ജയിലിന് പോകാൻ വേണ്ടി തയ്യാറായിക്കോളൂ. മുതലാളി, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയും പണത്തിന് വേണ്ടി ഞാൻ എങ്ങോട്ടാ പോവുക? രാധേ മോഹൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അദ്ദേഹത്തിന്റെ ട്രാക്ടറിനായ ചെലവുകൾ വേറെ വഴിയില്ലാതെ ലളിത് അത് ചെയ്തു കൊടുക്കേണ്ടി വന്നു. ലളിത് ചില പശുക്കളുടെ സഹായം കൊണ്ട് ആ ട്രാക്ടർ മുകളിലേക്ക് വലിച്ചെടുത്തു. നോക്കൂ ചേട്ടാ, ഈ ട്രാക്ടറിന് പകരം റിക്ഷ എത്രയോ കുഴപ്പമില്ല. ഇത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയി നിങ്ങളുടെ ജോലി നോക്കൂ. എന്റെ ജോലിയിൽ നിങ്ങൾ തടസ്സം ചെയ്യല്ലേ. ഇവിടുന്ന് പോയേക്കണം. ലളിത് ആ റിപ്പയറായ ട്രാക്ടർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് പച്ചക്കറികൾ പിന്നെ കുറച്ച് പാവ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാവ് ബജി ഞാൻ ചെയ്തു തരാം. അത് കഴിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളൂ. കുറഞ്ഞത് നമുക്ക് 2 നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാമല്ലോ. എന്റെ തല ടെൻഷൻ കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലെയുണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. പുതിയ ട്രാക്ടർ വാങ്ങുന്നതിനുള്ളിൽ എന്റെ ജീവൻ തന്നെ പോകും തോന്നുന്നു. ദുശ്ശകുനം പറയല്ലേ നിങ്ങൾ. നമ്മൾ 2 പേരും ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മൾ 2 പേരും ചേർന്ന് ജീവിതം മൊത്തം കഷ്ടം അനുഭവിക്കേണ്ടി വരും. ആ സമയം നോക്കി ലളിതിന്റെ അളിയൻ, അതായത് സുരേഖയുടെ അനിയൻ വന്നു. അവൻ അല്പം നിലക്കരിയും ഒരു വലിയ തവയും കൊണ്ടുവന്നു. മാമാ എങ്ങനെ സുഖല്ലേ? ഇത് കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നെന്ന്? ഓഹോ, ഇത്രയും നിലക്കരി പിന്നെ ഒരു വലിയ തവയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? എന്റെ അടുത്ത് ചേച്ചി പറഞ്ഞിരുന്നു അവരിന്ന് പാവ് ഭാജി ഉണ്ടാക്കാൻ പോവാന്ന്. അതുകൊണ്ടാണ് ഞാൻ നിലക്കറിയും പിന്നെ തവയും കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലേ പാവ് ഭാജി രുചിയായിട്ടുണ്ടാവും. ഇത്രയും വലിയ തവ നമ്മൾ എവിടെ പോയി വെക്കും? ഈ തവയെ ട്രാക്ടറിന്റെ റിപ്പയറായ എഞ്ചിനിൽ വെക്കാം. പിന്നെ പെട്രോൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിലക്കരിയുടെ തണൽ, അതിൽ പാചി ചെയ്യാം ചേട്ടാ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എന്താ സംഭവിക്കുക? ഓ മാമാ, ഒരു പക്ഷേ ട്രാക്ടറുടെ എഞ്ചിൻ ചൂടായാൽ അതിനെക്കാട്ടും നല്ല കാര്യം വേറെ എന്താ ഉള്ളത്? നിലക്കരി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ നേരത്തിൽ എന്തിനാ നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ പൈസ ചെലവാക്കണം? നീ പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. പിന്നീടെന്താ, ട്രാക്ടറിന്റെ മുൻപിലുള്ള ഭാഗത്ത് അവരൊരു വലിയ തവ വെച്ചു. ട്രാക്ടറിന്റെ എഞ്ചിനിൽ പെട്രോളിന് പകരം നിലക്കരിയിട്ട് തവ ചൂടാക്കാൻ തുടങ്ങി.
കുറച്ചു സമയത്തിനകം സുരേഖ വന്ന് ആ നിലക്കരിയുടെ തവായിൽ പച്ചക്കറികൾ ഇട്ടു. പിന്നെ പാവ് ബജി തയ്യാറായിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ ട്രാക്ടറിന്റെ തവയിൽ നല്ല പാവ് ബജിയുടെ മണം വന്നു തുടങ്ങി. എന്റെ പൊന്നോ, മണം തന്നെ വളരെ നന്നായിട്ടുണ്ടല്ലോ. നമ്മുടെ ട്രാക്ടർ പാവ് ഭാജി റെഡിയായി എന്നാ തോന്നുന്നത്. വാവ് മാമ, വാവ്, നിങ്ങൾ സൂപ്പർ ആയിട്ട് ഒരു പേരും വെച്ചല്ലോ. ആ കുടുംബം മൊത്തം ട്രാക്ടറിന്റെ പാവ് ബജി വളരെ രുചികരമായി കഴിച്ചു. പിന്നെ ലളിത് തന്റെ ഭാര്യ സുരേഖയോട് പറഞ്ഞു, ഇത് നോക്കൂ സുരേഖ, ഇത് എങ്ങനെയോ നീ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു പാവ് ഭാജി ബിസിനസ് തുടങ്ങിയാലോ? കാരണം നമ്മളുടെ അടുത്ത് ഇപ്പൊ എല്ലാ സാധനവും ഉണ്ടല്ലോ. ഞാൻ കരുതിയത് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. നാളെ തന്നെ നമ്മൾ ട്രാക്ടർ പാവ് ബജി മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങാം. അതിന് നമ്മൾ സമയം വെറുതെ കളയരുത്. അടുത്ത ദിവസം തന്നെ ലളിതയും സുരേഖയും അവരുടെ ട്രാക്ടർ എടുത്തുകൊണ്ടുപോയി മാർക്കറ്റിൽ നിർത്തി. നരേഷ് അവരെ സഹായിച്ചു. പതുക്കെ പതുക്കെ എല്ലാവർക്കും ട്രാക്ടർ പാവ് ബജിയെ കുറിച്ച് അറിയാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങളുടെ ട്രാക്ടർ പാവ് ബജിയെ പറ്റി കുറെ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുമോ? ആ, തീർച്ചയായും തീർച്ചയായും. ഇത് ശുദ്ധമായിട്ട് പശുവിന്റെ നെയ്യിലാണ് ഉണ്ടാക്കിയത്. ഒരു കലപ്പടവും ഇല്ല, അശുദ്ധവും ഇല്ല. ഇതിലുണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഈ ട്രാക്ടറിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓ വാവ് വാവ്, ഇതുപോലുള്ള ട്രാക്ടർ പാവ് ബജി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. ഓ എന്റെ ദൈവമേ, നിങ്ങൾക്ക് വല്ലാതെ നന്ദിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ രുചിയുള്ള ഭക്ഷണം നിങ്ങൾ തന്നിട്ടുണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരും ട്രാക്ടർ പാവ് ബജിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷം ഒന്ന് കടന്നുപോയി. ലളിതും അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻപത്തെക്കാളും പണക്കാരായി മാറി. ഒരു ദിവസം രാധേമോഹൻ അവരുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എടാ ലളിത്, എവിടെയാ ഉള്ളത് നീ? എനിക്ക് എന്റെ പുതിയ ട്രാക്ടർ തന്നേക്ക്, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പോയി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അപ്പോഴാണ് ലളിത് ഒരു പുതിയ അത്ഭുതമായ ട്രാക്ടറോടെ അവിടേക്ക് വന്നത്. പിന്നെ രാധേമോഹനോട് അദ്ദേഹം പറഞ്ഞു, ഇതാ നിങ്ങളുടെ ട്രാക്ടർ, അതും പുതിയതാണ്. ഞാൻ തന്നെ നിങ്ങളെ കണ്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. രാധേമോഹൻ പുതിയ ട്രാക്ടർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ലളിതിനോട് തന്റെ നന്ദി അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് സുരേഖ എന്തു പറഞ്ഞെന്നാൽ, അല്ല ചേട്ടാ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലെ ട്രാക്ടർ പാവ് ബജി ഒന്ന് കഴിച്ചു നോക്കുന്നേ. ഇതൊക്കെ എന്നോട് നിങ്ങൾ ചോദിക്കണോ? ലളിത് തന്റെ ഭാര്യയോടും അളിയനോടൊപ്പം ചേർന്ന് ട്രാക്ടർ പാവ് ബജിയുടെ വ്യാപാരം വളരെ ആഗ്രഹത്തോടെ നടത്താൻ തുടങ്ങി. പിന്നെ അവർ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ശിവന്റെ ദിവ്യസ്ഥലങ്ങൾ എത്ര പ്രധാനമുള്ളതാണോ, അതേപോലെ തന്നെ ശ്രീകണ്ഠ് എന്നൊരു ഗ്രാമം അതിന്റെ മനോഹരമായ മലകൾക്കും പിന്നെ ശ്രീകണ്ഠ് എന്നൊരു ക്ഷേത്രത്തിനും വളരെ പ്രബലമായിരുന്നു. വളരെ ദൂരെ നിന്നുപോലും ആ ക്ഷേത്രം ദർശിക്കാൻ ജനങ്ങൾ ഒരുപാട് വരുമായിരുന്നു. ഇതേപോലെ ഒരു ദിവസം റോബർട്ട് ഡിസൂസ എന്നൊരാൾ ആ സ്ഥലം ചുറ്റിക്കാണാൻ വന്നു. കൊല്ലാമല്ലോ, ഞാൻ ഈ ഗ്രാമത്തെക്കുറിച്ച് എത്രയൊക്കെ കേട്ടിട്ടുണ്ടോ, അതിനേക്കാൾ ഇത് മനോഹരമായിട്ടുണ്ടല്ലോ. ഈ കാരണം കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെ ഒരു വീട് പണിതാലും കൊള്ളാം. റോബർട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാ മലകളും കാണാൻ വേണ്ടി പുറപ്പെട്ട് പോയി. ആ മലകളിൽ കയറിയ ശേഷം അയാൾ അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. വാവ്, എത്ര മനോഹരമായ ഒരു മല! ഞാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇന്നിവിടെ സുഖമായി കറങ്ങി നടക്കാം, അടിച്ച് പൊളിച്ചേക്കാം. എന്നാൽ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മയങ്ങി വീഴും. അയ്യോ ദൈവമേ, തൊട്ടടുത്ത് എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റോബർട്ടിന് വിശന്നപ്പോൾ അയാൾ ഭക്ഷണം അന്വേഷിച്ചു പോയി. അയാൾ ആ സ്ഥലത്തിൽ ഒരു ഡാബയും കണ്ടെത്തി. ഇത് ഈ മലയിലുള്ള റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയി നോക്കിയേക്കാം, എന്തെങ്കിലും കഴിക്കാൻ ഉറപ്പായും കിട്ടും. റോബർട്ട് ആ ഡാബയ്ക്കകത്തേക്ക് കയറി. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്, എന്ത് വേണമെങ്കിലും തരാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ ഏതാണ് ഏറ്റവും നല്ലത്? ഇവിടെയുള്ള എല്ലാം വളരെ നല്ലതാ. ആദ്യം നിങ്ങൾക്ക് വിളമ്പിത്തരാൻ താങ്കളൊരു അവസരം നൽകൂ. സോറി, 2 ആലു പരാഠ തരൂ. റോബർട്ട് അവിടെയുണ്ടായിരുന്ന ടേബിളിൽ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം റോബർട്ടിന് വേണ്ടി ശിവപ്രസാദ് ആലു പറാത്ത ഉണ്ടാക്കി എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സും വന്നു. ഇവിടെ ഒരുപാട് ആൾക്കൂട്ടമുണ്ടല്ലോ. ഈ കടയല്ലാതെ ഇവിടെ വേറെ നല്ല കടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഞാനും ഒരു റെസ്റ്റോറന്റ് തുറന്നു വെച്ചാൽ എനിക്ക് നന്നായി സമ്പാദിക്കാമെന്ന് തോന്നുന്നു. റോബർട്ട് വേഗത്തിൽ ആ പറാത്തയെല്ലാം കഴിച്ചു കഴിഞ്ഞ് ശിവപ്രസാദിന് പണവും നൽകി ആ സ്ഥലത്തിൽ നിന്നും നേരെ അയാൾ സിറ്റിയിലേക്ക് പോയി. അയാൾ അവിടെ പോയി കടമൊക്കെ വാങ്ങി ആ പണം കൊണ്ട് ഒരു റെസ്റ്റോറന്റും തുറന്നു.
ഹേയ് വരൂ, ഇവിടെ പുതിയൊരു റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് റോബർട്ടിന്റെ റെസ്റ്റോറന്റിൽ കഴിക്കാൻ വേണ്ടി വന്നു. എന്നാൽ വന്നവർക്കാർക്കും അയാളുടെ ഭക്ഷണം ഇഷ്ടമായതേയില്ല. ഈ കാരണം കൊണ്ട് തന്നെ എല്ലാവരും നേരെ ശിവപ്രസാദിന്റെ ഡാബയിലേക്ക് പോയി കഴിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് റോബർട്ടിനപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ ശിവപ്രസാദിന് നേരെ പോയി. ഈ ഗ്രാമത്തിൽ ഞാൻ പുതിയൊരു റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട്. പറയൂ, അതിലിപ്പോൾ എന്താണ്? തന്റെ ഈ റെസ്റ്റോറന്റ് കാരണം എന്റെ റെസ്റ്റോറന്റിലേക്ക് ഒരു ആൾക്കാരും വരുന്നതേയില്ല. അതിലിപ്പോൾ എന്റെ തെറ്റെന്താണ്? താൻ തന്റെ കട ക്ലോസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ തനിക്ക് തന്നെയാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, ഇത് എന്റെ മുത്തശ്ശന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. ഇതിലൂടെയാണ് ഞങ്ങളുടെ വയറ്റുപിഴപ്പ് തന്നെ. ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്താൽ ഞങ്ങൾ വിശന്നു മരിക്കേണ്ടി വരും. അപ്പോൾ ശിവപ്രസാദ് പറഞ്ഞത് കേട്ട് റോബർട്ട് അവിടെ നിന്നും ദേഷ്യത്തിൽ പുറപ്പെട്ടു പോയി. അയാൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇയാൾക്കിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇയാൾക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ. അയാൾ ശിവപ്രസാദിന്റെ ഡാബ തന്നെ തല്ലി തകർത്തു. പിന്നെ JCB കൊണ്ട് ആ റെസ്റ്റോറന്റ് മലയിൽ നിന്നും താഴേക്കും തള്ളിയിട്ടു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ. ഇവിടെ കടയില്ലെങ്കിൽ ഇയാൾ എങ്ങനെ കച്ചവടം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇനി എന്റെ റെസ്റ്റോറന്റ് വളരെ നന്നായി മുൻപോട്ട് പോകും. ഇതിലൂടെ ഞാൻ ഒരുപാട് പണവും ഉണ്ടാക്കാൻ പോകുന്നു. റോബർട്ട് അപ്പോൾ ഒരുപാട് ആനന്ദിച്ചു. അയാൾ എന്ത് ചിന്തിച്ചെന്നാൽ ഇനി ശിവപ്രസാദിന്റെ ഡാബ ഇല്ലാത്തത് കൊണ്ട് ഇനി എല്ലാവരും അവന്റെ റെസ്റ്റോറന്റിലേക്ക് വരുമെന്ന് കരുതി. എന്നാൽ അയാൾ ചെയ്ത ഈ കാര്യം അയാൾക്ക് തന്നെ വലിയ നഷ്ടം വരുത്തുമെന്ന് പാപത്തിനപ്പോൾ തോന്നിയതേയില്ല. അടുത്ത ദിവസം രാവിലെ ശിവപ്രസാദ് എപ്പോഴത്തെയും പോലെ തന്റെ ഡാബയിലേക്ക് വന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ തന്റെ ഡാബ അവിടെ കാണുന്നില്ല. അയ്യോ, എന്റെ ഡാബ എവിടെ പോയി? അയ്യോ, ഞാൻ തെരുവിലായല്ലോ. ശിവപ്രസാദ് അവിടെയും ഇവിടെയുമായി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അയാൾ ഇങ്ങനെ അന്വേഷിച്ച് മലകളുടെ അടിവശത്തും എത്തി. അവിടെ തന്റെ ഡാബ തകർന്നു കിടക്കുന്നതും കണ്ടു. അത് കണ്ട് പാവം അയാൾ അപ്പോൾ ഒരുപാട് കരയാൻ തുടങ്ങി. ഇതെന്റെ മുതുമുത്തശ്ശന്റെ കടയാണ്, ഇങ്ങനെ ആയല്ലോ. മറുവശത്ത് സാക്ഷാൽ ശ്രീകണ്ഠ ഭഗവാൻ തന്നെ ഒരു മഹർഷിയുടെ വേഷവും അണിഞ്ഞ് ആ ഗ്രാമം ചുറ്റിക്കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ആദ്യം റോബർട്ടിന്റെ റെസ്റ്റോറന്റിലേക്ക് പോയി. നന്നായി വിശക്കുന്നു മകനെ. ഒരുപാട് നാളായി വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? ആ മഹർഷിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്ക് കീറലുണ്ടായിരുന്നു. പിന്നെ കാലുകൾക്ക് ചെരുപ്പ് പോലുമില്ല. എടോ ഭിക്ഷക്കാരാ, തന്നെ ആരാ അകത്തേക്ക് കയറ്റിവിട്ടത്? എവിടെ നിന്ന് മര്യാദയ്ക്ക് പോയിക്കോ. നോക്കൂ മകനെ, നീ അങ്ങനെ പറയരുത്. നമുക്ക് വിശക്കുന്നു. എനിക്ക് ഭക്ഷണം തരൂ, നിനക്ക് പുണ്യം കിട്ടും. എടോ കേഴവാ, ഈ റെസ്റ്റോറന്റ് പണക്കാർക്കുള്ളതാണ്, തന്നെ പോലെയുള്ള ഭിക്ഷക്കാർക്കുള്ളതല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ. റോബർട്ട് ആ മഹർഷിയെ തന്റെ റെസ്റ്റോറന്റിൽ നിന്നും ഓടിച്ചുവിട്ടു. പാവം ആ മഹർഷി നടന്ന് മലകളുടെ അടുത്തേക്കും എത്തിച്ചേർന്നു. അവിടെ ശിവപ്രസാദ് തന്റെ ഡാബയുടെ മുൻപിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ താമോനെ, ഒരുപാട് നാളായി ഞാൻ കഴിച്ചിട്ട്. സ്വാമി, എന്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒന്നും തന്നെയില്ല. നോക്കൂ മോനെ, വിശന്നു വലയുന്ന ഒരു സന്യാസിക്ക് സ്നേഹത്തോടെ കഞ്ഞി തന്നാൽ പോലും ഞാനത് കഴിക്കും മകന്. എന്റെ ഭക്ഷണമെല്ലാം പാഴായിപ്പോയി സ്വാമി. ഇവിടെ നോക്കൂ, ഭക്ഷണമുണ്ടാക്കുന്ന പാത്രങ്ങളും താഴെ കിടക്കുന്നത് കണ്ടു. ഡാബയുടെ അകത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും പിന്നെ പലചരക്ക് സാധനങ്ങളും അവിടെ 4 വശത്തുമായി ചിതറിക്കിടക്കുന്നത് അപ്പോൾ ആ മഹർഷി കണ്ടു. ഇവിടെ നോക്കുമോനെ, നിനക്ക് സമ്മതമാണെങ്കിൽ ആ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണമുണ്ടാക്കി എന്നെ വിശപ്പകറ്റിക്കോളൂ. ശരി സ്വാമി. അവിടെ താഴെ കിടന്നിരുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം ശിവപ്രസാദ് എടുത്ത് അതുപയോഗിച്ച് മഹർഷിക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചപ്പോഴോ മഹർഷിയുടെ വിശപ്പും അകന്നു. വിശന്നു വലഞ്ഞ സന്യാസിക്ക് നീ ഭക്ഷണം തന്നിരിക്കുന്നു, എന്റെ വിശപ്പും അകന്നു. ദൈവം നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉറപ്പായും നീക്കും. മഹർഷി ശിവപ്രസാദിനെ ഇങ്ങനെ അനുഗ്രഹിച്ചതും അവന്റെ ഡാബയ്ക്ക് ചുറ്റും വളരെ മനോഹരമായ മഴവില്ല് രൂപപ്പെട്ടു. ദൈവം എന്നോട് കരുണ കാണിക്കുന്നതേയില്ല. അവിടെ നോക്കൂ, എന്റെ ഡാബ അവിടെ നശിച്ചു കിടക്കുന്നത് കണ്ടു. ശിവപ്രസാദ് പിന്നിലേക്ക് തിരിഞ്ഞ് തന്റെ ഡാബ നോക്കിയതും അയാൾ ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ അയാളുടെ ഡാബയ്ക്ക് ചുറ്റും വളരെ മനോഹരമായ മഴവില്ലുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ ഡാബ കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. എന്താ ഇത്? എനിക്ക് തോന്നുന്നത് സാക്ഷാൽ ദൈവം തന്നെ നിന്നെ സഹായിച്ചെന്നാണ്. എന്നാൽ ഈ മഴവിൽ കുറച്ചു സമയം കഴിയുമ്പോൾ അങ്ങ് പോകില്ലേ? ശ്രീകണ്ഠ ഭഗവാൻ ഈ ലോകത്തു നിന്നും പോയോ?
ഇല്ല, എപ്പോഴും ഇവിടെ തന്നെ കാണും, ഒരിടത്തേക്കും പോകില്ല. ശ്രീകണ്ഠ ഭഗവാൻ ഇവിടെ തന്നെ കാണുമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഈ മഴവില്ലിനോടൊപ്പം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ആ മഹർഷി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ശിവപ്രസാദും ആ മഹർഷി പോകുന്നത് നോക്കി നിന്നു. ആ മഹർഷി അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിന് ശേഷം തന്റെ ഡാബ കാണാൻ വേണ്ടി ശിവപ്രസാദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മഴവില്ല് ഇപ്പോൾ കൂടുതൽ വലുതായിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ഡാബ കാണാൻ തന്നെ ആ മഴവില്ലിന്റെ മുകളിൽ പണി തീർത്തതുപോലെ ഉണ്ടായിരുന്നു. ആ ഡാബയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പടികളും തന്നെ രൂപപ്പെട്ടു. ശിവപ്രസാദ് ആ പടികളിലൂടെ കയറി തന്റെ ഡാബയിലേക്ക് പോയി. അകത്ത് പോയി നോക്കിയപ്പോഴോ അയാളുടെ ഡാബ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഡാബയുടെ അകമെല്ലാം ഇപ്പോൾ ജ്വലിക്കാൻ തുടങ്ങി. ശ്രീകണ്ഠ ഭഗവാനെ 1000 നന്ദി. ജനങ്ങൾ എല്ലാവരും ശിവപ്രസാദിന്റെ മഴവിൽ ഡാബയെക്കുറിച്ച് കേട്ടറിഞ്ഞതും റോബർട്ടിന്റെ എല്ലാ കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണവും നിർത്തി നമ്മുടെ മഴവിൽ ഡാബയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് തോന്നുന്നു. വീണ്ടും അയാളെ ഒരു പാഠം പാടിപ്പിച്ചേ പാറ്റൂ. റോബർട്ട് അപ്പോൾ JCB എടുത്തുകൊണ്ട് ശിവപ്രസാദിന്റെ ഡാബ തകർക്കാൻ പോയി. എന്നാൽ അയാളുടെ JCB മലകൾക്ക് അടുത്ത് വന്നതും ആ സ്ഥലം തന്നെ ചരിഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് JCB മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞു. അയ്യോ, എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? കസ്റ്റമേഴ്സ് ആരും വരാത്തതുകൊണ്ട് റോബർട്ടിന് തന്റെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടേണ്ടതായി വന്നു. റോബർട്ടിന്റെ ഈ മോശാവസ്ഥ കണ്ട് ശിവപ്രസാദിന് അയാളോട് സഹതാപം തോന്നി. അങ്ങനെ അയാൾ റോബർട്ടിനെ തന്റെ റെയിൻബോ റെസ്റ്റോറന്റിൽ ജോലിക്കും എടുത്തു. ഇപ്പോൾ റോബർട്ടിനും തന്റെ തെറ്റുകൾ മനസ്സിലായി. അതുകൊണ്ട് ഒരുപാട് വിഷമത്തോടെ ശിവപ്രസാദിന്റെ അടുത്തേക്ക് പോയി അയാൾ ഉള്ളു തുറന്ന് മാപ്പ് ചോദിച്ചു. അങ്ങനെ നല്ല രീതിയിൽ അധ്വാനിച്ച് അയാൾ സിറ്റിയിൽ വാങ്ങിച്ച കടം പതുക്കെ തീർത്തു. ഇപ്പോൾ റെയിൻബോ റെസ്റ്റോറന്റ് ആ ഗ്രാമത്തിലെ തന്നെ ഫേമസ് റെസ്റ്റോറന്റായി മാറി.